പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഓരോരോ ഏരിയാസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും എവറി ഡേ കൃതജ്ഞത കോൺഷ്യസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ ഒന്ന് കമൻ്റൊക്കെ എഴുതണം കേട്ടോ. കാര്യം എന്താണെന്നറിയാമോ, എവറി ഡേ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ നല്ല നല്ല ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും ഈ ഓരോ വീഡിയോസും സമർപ്പിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ അത്രയും സമ്പത്താവാം, റിലേഷൻഷിപ്പിൽ ആവാം, കരിയറിലാവാം, വെൽത്തിലാവാം, നിങ്ങളുടെ ഓൺ സന്തോഷത്തിലാവാം. ഇവയിലൊക്കെ നിങ്ങൾ സമ്പന്നരാവണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും റിയാലിറ്റി ആവണം എന്നുള്ള അത്രയധികം ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ഓരോ വീഡിയോസും റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഓരോ വീഡിയോ കേട്ടിട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെക്കാനിക്കലായിട്ട് ചെയ്യാതെ 100% നിങ്ങൾ അതിലേക്ക് അത്രയും നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിന് സമ്പത്താണെങ്കിലും, റിലേഷൻഷിപ്പിൽ ഒരു ബോണ്ടിങ് ആണെങ്കിലും, കരിയറിൽ ഒരു ഗ്രോത്ത് ആണെങ്കിലും, എന്തും നമ്മൾക്ക് നേടണമെങ്കിൽ, നമ്മൾക്ക് സന്തോഷമുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ, സമാധാനമുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ, സമൃദ്ധിയുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. കൃതജ്ഞത നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളുടെ ജീവിതം സമ്പന്നമാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൃതജ്ഞതയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി കൊണ്ടുവരുന്നത്. നമ്മൾ ഓരോ ദിവസവും പരാതി പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വിരുന്നു വരുന്നത് ദാരിദ്ര്യമാണ്. അതൊരിക്കലും മറക്കരുത്. നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും സുവർണ്ണ നിയമം ഇതാണ്: കൃതജ്ഞത സമൃദ്ധിയും, പരാതി ദാരിദ്ര്യമാവുന്നു. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യമാവാം, തൊഴിലാവാം, നിങ്ങളുടെ ബന്ധങ്ങളാവാം, പണമാവാം, അങ്ങനെ മുഴുവൻ ജീവിതത്തിൻ്റെ നിയമം നിങ്ങൾക്കുള്ള പണത്തിന് ഇനി അധികം ഇല്ലെങ്കിൽ കൂടി അതിന് എത്രയധികം കൃതജ്ഞത നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത്രയും നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും. പണത്തെക്കുറിച്ച് നിങ്ങൾ എത്രയധികം പരാതി നിങ്ങൾ പറയുന്നുണ്ടോ അത്രയധികം നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇന്നത്തെ മാന്ത്രിക പരിശീലനത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പണത്തെ പറ്റിയുള്ള ആ ഒരു പരാതിയെ, ആ വലിയ കാരണങ്ങളെ നമ്മൾ ഇന്ന് മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? കൃതജ്ഞതയുടെ വഴിയിലേക്ക് നമ്മളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ വേണ്ട നേട്ടം എന്നറിയാമോ? നിങ്ങളിപ്പോൾ അത്ര തകർന്ന അവസ്ഥയാണെങ്കിൽ പോലും നിങ്ങളുടെ ധനസ്ഥിതിയിൽ മാറ്റം വരുത്താൻ ഈ ഒരു കൃതജ്ഞത പരിശീലനം വഴി നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പരാതിക്ക് പകരം നിങ്ങൾ കൃതജ്ഞതയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിരുന്ന് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, അതിലേക്ക് നിങ്ങൾ വഴി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികമായിട്ട് സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല പല വഴികളിലൂടെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. പല ആൾക്കാരും ഈ ഒരു പരാതി പറയുമ്പോൾ അവർ പോലും അറിയണില്ല അവരുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യത്തെ അവരാണ് വിളിച്ചു വരുത്തുന്നതെന്ന്. അപ്പോൾ നമ്മൾ പണമില്ലാത്ത വരുമ്പോൾ നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ പരാതിപ്പെടുന്നത്. നമ്മളുടെ ചിന്തകളിലും വാക്കുകളിലും ഒക്കെ ഇങ്ങനെ പരാതി വന്നുകൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും മറ്റുള്ളവരിലേക്കാണ് ചൂണ്ടണത്. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് മറ്റേയാളുടെ കുഴപ്പമാണ്. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ചിന്ത എന്താണെന്നുള്ളത് നമ്മളൊന്ന് ബോധവാനാവണം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കേണ്ടത് പണത്തെ സംബന്ധിച്ചിട്ടുള്ള നിഷേധാത്മകമായ എന്തൊക്കെ ചിന്തകളാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ഞാൻ എന്തൊക്കെ അസൂയ കലർന്ന ജീവിതമാണ്, അല്ലെങ്കിൽ വേറൊരാൾക്ക് പണം ഉണ്ടാകുമ്പോൾ അതിനെ ഞാൻ എത്ര അസൂയയോടെയാണ് ഞാൻ നോക്കുന്നത്. അതെല്ലാം നമ്മളുടെ പേപ്പറിലേക്ക് ഒന്ന് എഴുതാൻ നമ്മൾ റെഡി ആവണം. കണ്ടതറിയാവോ? അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ചിന്തകൾ എന്താണ്. ആ ചിന്തകളെ മാറ്റണമെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് അത് അറിയണം. അപ്പം നമ്മൾ പണത്തിനെ പറ്റി പരാതി പറയണ സ്വഭാവം ഇന്ന് വെച്ച് നിങ്ങൾ നിർത്തുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ജീവിതത്തിൽ
നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പണം, ചിലപ്പോൾ നിങ്ങൾ ഇന്ന് നല്ലൊരു വീട്ടിലായിരിക്കും ജീവിക്കുന്നത്. ആ വീട് കെട്ടാനായിട്ട് ബാങ്ക് നിങ്ങൾക്ക് കടം തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ അച്ഛൻ്റെ പെൻഷൻ അല്ലെങ്കിൽ PF എന്നുള്ള കാശ് അച്ഛൻ തന്നിട്ടുണ്ടാവും. ഇവയെല്ലാം കൂടി കിട്ടിയപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം പണയം വെച്ച ക്യാഷും കൂടിയായിരിക്കും ആ വീടിന് നിങ്ങൾ ഉപകരിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയധികം ആളുകളുടെ അധ്വാനമാണ്, അല്ലെങ്കിൽ എത്രയധികം ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്, അവരുടെ ട്രസ്റ്റ് നിങ്ങളിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പണം കിട്ടിയത്. അത്രയും പണം നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു സുന്ദരമായിട്ടുള്ള വീട്ടിൽ താമസിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ നന്ദി പറയാറുണ്ടോ? അത്രയും കാര്യങ്ങൾ കിട്ടിയതിൽ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ അതിന് നന്ദി പറയുക. നിങ്ങളിപ്പോഴും വിചാരിക്കുന്നത് എന്താണ്? ആ ബാങ്കിന് വേണ്ടിയിട്ട് ലോൺ അടയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, കൊല്ലക്കത്തി ഇൻട്രസ്റ്റാണ്. അവന്മാരൊക്കെ മുടിഞ്ഞു പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ ആ ലോൺ അടയ്ക്കുന്നത്? അതോ ബാങ്ക് അന്ന് എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അന്ന് 25 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി അവർ തന്നത് കൊണ്ടാണ് എനിക്ക് ഈ വീട് പണിയാൻ പറ്റിയത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബാങ്കിനോട് നന്ദിയുണ്ട്. അവർ ഒത്തിരിയധികം ആൾക്കാർക്ക് കൂടുതൽ ഗ്രോ ചെയ്ത് ഒത്തിരിയധികം ആളുകൾക്ക് ഭവനം പണിയാനായിട്ട് അവരനുഗ്രഹമാവട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലും മാന്ത്രികമായിട്ട് വ്യത്യാസം വരും. അപ്പം നമ്മളുടെ ജീവിതത്തിൽ പണമില്ലാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ അടച്ച ബില്ലുകൾ ഓരോന്നായിട്ട് എടുക്കുക. ചിലപ്പോൾ നമ്മുടെ ഫോൺ ബില്ലാവും. ഈ ഒരു ഫോൺ ഇല്ലാത്ത കാലത്തെപ്പറ്റി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇന്ന് നിങ്ങൾക്ക് ഫോണുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ സുഖം? നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരാളോടും നിങ്ങൾക്ക് അപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുവാണ്. അപ്പോൾ ആ ഒരു സർവീസ്, ആ ഒരു ജിയോ ആവാം, എയർടെൽ ആവാം, ആരെങ്കിലുമൊക്കെ തന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ സൗകര്യം ഇന്നുള്ളത്. അപ്പോൾ അവർ തരുന്ന ആ സേവനത്തിനാണ് നമ്മൾ പണം കൊടുക്കുന്നത്. ആ സേവനം അവൈൽ ചെയ്തിട്ട് ആ സേവനത്തിന് പണം കൊടുക്കുമ്പോൾ അതിന് പരാതി പറയണത് മര്യാദയാണോ? ഒന്ന് ചിന്തിക്കുക. അന്നേരം എന്ത് ചെയ്യുക? ആ ഒരു സേവനം തന്ന അവർക്ക് നമ്മൾ നന്ദി പറയുക. അത് നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ആലോചിക്കുക. ആ ഒരു ഫോൺ ഉള്ളത് കൊണ്ട് എത്രയധികം ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റണം, എത്രയധികം തൊഴിലവസരങ്ങളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. നമ്മളെ കറക്റ്റായിട്ട് ആ ജോലി കിട്ടിയതുപോലെ ഈ ഫോൺ ഉള്ളത് കൊണ്ടാണ്, ഈ നമ്പർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർക്ക് നമ്മളെ വിളിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് ആ ജോലിയിൽ ശമ്പളം കിട്ടുന്നത്. അങ്ങനെ ഓരോ അനുഗ്രഹത്തിനും നമ്മൾ നന്ദി പറയുക. ആ ബില്ലുകൾ, അടച്ച ബില്ലുകൾ എടുത്തിട്ട് നന്ദി എന്ന് എഴുതുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കോഴ്സിന് ചേരുവാണ്. ആ ഒരു കോഴ്സിന് ചേരുമ്പോൾ നമ്മളതിന് പണം കൊടുക്കുന്നുണ്ട്. കാര്യം എന്താ? ഓരോ ഗുരുക്കന്മാരുടെയും അറിവുകളാണ് നമ്മൾ നേടണത്. അവരുടെ അറിവുകൾക്കും അവരുടെ എനർജിക്കും അവരുടെ ആ വിസ്തത്തിനാണ് നമ്മൾ പേ ചെയ്യണത്. അപ്പോൾ കാശ് കൊടുക്കാതെ അവർക്ക് നമ്മളുടെ ജീവിതത്തെ സമ്പന്നനാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഓരോ ഗുരുക്കന്മാരോടും നമ്മൾ നന്ദിയുള്ളവരാവണം. ആ ഓരോ കാശും കൊടുക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു അറിവ് കൊണ്ട് നമ്മളുടെ ജീവിതം 10 ടൈംസ് ആവാം, 100 ടൈംസ് ആവാം, 1000 ടൈംസ് ആവാം നമ്മളുടെ ജീവിതം ഉയരണത്. അപ്പം ഓരോന്നിനും നമ്മൾ ഓൾമോസ്റ്റ് നന്ദിയോടെ നമ്മളുടെ ഓരോ പെനിയെയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് നന്ദിയുള്ളവരായിട്ട് മൂവ് ഔട്ട് ചെയ്യുക. കാരണം നമ്മളുടെ ജീവിതത്തിൽ ബില്ലുകളോട് അതൃപ്തി കാണിക്കുന്നത് നന്ദി കേടിൻ്റെ തെളിവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ബില്ല് നൽകിയവർ തന്ന സേവനങ്ങൾക്കും സാധനങ്ങൾക്കും നമ്മൾ കൃതജ്ഞത പ്രകാശിപ്പിക്കണം. ഇതൊരു ലളിതമായിട്ടുള്ള കാര്യമാണെങ്കിലും പണത്തെ സംബന്ധിച്ച് ശാശ്വതമായ ഒരു ബലം കിട്ടാനായിട്ട് ഈ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഈ ഒരു പ്രവൃത്തി നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എവറി ഡേ ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളൊരു പണക്കാരനായിട്ട് മാറും. അപ്പോൾ ഇന്ന് മുതൽ ബില്ലിനെ കുറിച്ച് നന്ദിയുള്ളവരാകാനായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ റെഡിയാവുക. അപ്പോൾ അതിന് എന്ത് പറ്റുക? നമ്മൾ അടച്ച ഓരോ ബില്ലുകളും എടുക്കുക. കാരണം നമുക്ക് ഇതൊക്കെ പ്രാക്ടീസ് കൊണ്ട് റെഡി ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അടച്ച ബില്ലുകളെല്ലാം എടുക്കുക. ആ ബില്ലുകളെല്ലാം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചിലപ്പോൾ ബില്ല് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ വീട്ടു വാടക കൊടുത്തതിൻ്റെ ആണെങ്കിൽ ആ റെസിപ്റ്റ് എടുത്തിട്ട് നന്ദി എന്ന് പറഞ്ഞ് എഴുതുക. കാര്യം എന്താ?
ആ മനുഷ്യൻ എത്രയോ കാശ് മുടക്കി എടുത്ത് പണിത വീടാണ് നമുക്ക് വാടകയ്ക്ക് തന്നേക്കണേ. അതുകൊണ്ടാണ് നമുക്കിന്ന് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഇത്രയും തുച്ഛമായിട്ടുള്ള വാടകയിൽ ഇത്രയും നല്ല വീട്ടിൽ നിൽക്കാൻ പറ്റുവാണ്. അപ്പോൾ ആ വാടകയ്ക്ക് തന്നെ ആളെ നമ്മൾ തെറി പറയുകയാണോ ചെയ്യണ്ടേ? അല്ല, അവരോട് നമ്മൾ നന്ദി ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് എത്ര രൂപ വേണം ഒരു വീട് കിട്ടണമെങ്കിൽ, അപ്പോൾ ആ വാടകയ്ക്ക് വീട് തന്ന അവരെ പറ്റി നന്ദി പറയുക. നമ്മൾക്കൊരു ഓഫീസ് വാടകയ്ക്ക് തന്ന ഒരാൾ, ആ ആൾ നമ്മളെ വിശ്വസിച്ച് ഈ ഒരു ഓഫീസ് വാടകയ്ക്ക് തന്നത് കൊണ്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണത്, നമ്മളുടെ ആ ഓർഗനൈസേഷൻ അവിടെ വർക്ക് ചെയ്യണത്. അപ്പോൾ ആ ഒരു റെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ടതല്ലേ? അതും നമ്മൾ ഓൾമോസ്റ്റ് ആ റെൻറ്റ് കൊടുക്കുമ്പോൾ പ്രാഗി ആണോ കൊടുക്കേണ്ടത്? അപ്പോൾ അതിന് നമ്മൾ നന്ദി ഉണ്ടാവുക. ആ കാശ് ഏറ്റവും അപ്പം തന്നെ കൊടുക്കാനായിട്ട് നോക്കുക. കാര്യം ഓരോ മനുഷ്യരുടെയും അത്രയും അധ്വാനമാണ് ആ ഒരു ബിൽഡിങ്. അപ്പോൾ അതിന് കൊടുക്കാതിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഏറ്റവും ആദ്യം തന്നെ പേ ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാം. അപ്പോൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളെ പറ്റി നന്ദി ഉണ്ടാവുക. മെജോറിറ്റി ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് മേടിക്കാൻ ഭയങ്കര സന്തോഷമാണ്. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് വാങ്ങാനും ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ക്രെഡിറ്റ് കാർഡിൻ്റെ കാശിന് വിളിക്കുമ്പോൾ നമ്മൾ ഫോണൊക്കെ ഓഫ് ചെയ്യും, നമ്മൾ നാശം, ശല്യം എന്നൊക്കെ പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര ആൾക്കാർ ഓരോ പ്രൊവൈഡേഴ്സും ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് എന്ത് കിട്ടണത്, ഇങ്ങനെയുള്ള സർവീസുകളും ഒക്കെ നമുക്ക് കിട്ടണത്. എല്ലാം നമ്മുടെ വിരത്തുമ്പിലാണ് ഇന്ന് കിട്ടണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോട് നന്ദി പറയുക. അപ്പം നമ്മളെ വിശ്വസിച്ച് സേവനങ്ങൾ നൽകുന്ന ഓരോ കമ്പനിയോടും ഓരോ മനുഷ്യരോടും കൃതജ്ഞത ഉള്ളവരായിട്ട് നമ്മൾ മൂവ് ഔട്ട് ചെയ്യാം. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മളെല്ലാ ബില്ലുകളും എടുക്കുക. ആ ബില്ലുകൾക്കെല്ലാം അടച്ചതിന് നമ്മൾ ആ ബില്ലുകൾ അടച്ചു കഴിയുമ്പോൾ നന്ദി, ഈ ബില്ലുകൾ അടയ്ക്കാനുള്ള പണം എനിക്ക് ലഭിച്ചതിന് നന്ദി നന്ദി എന്ന് പറഞ്ഞിട്ട് എഴുതുക. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഏത് ബില്ലും നിങ്ങൾക്ക് അടയ്ക്കാനുള്ള കാശ് പല വഴിയിൽ നിന്ന് നിങ്ങളിലേക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ എവരിഡേ ചെയ്യുക. കാര്യം എന്താ പറയുമോ, മെജോറിറ്റി മനുഷ്യർക്കും ഉണ്ടല്ലോ കാശ് ഇങ്ങോട്ട് കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ്, പക്ഷേ കാശ് കൊടുക്കുന്നത് ഇത്തിരി വിഷമമാണ്. അപ്പോൾ ആ സ്വഭാവം മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസ് വഴി സാധിക്കും. അപ്പം നമ്മളുടെ ഇന്നത്തെ മാന്ത്രിക പരിശീലനം ഡേ 9 നമ്മൾ ആദ്യം ചെയ്യുന്നത്, നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എഴുതുക, 10 അനുഗ്രഹങ്ങളുടെ പട്ടിക ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങളെ കൃതജ്ഞത അർപ്പിക്കണമെന്ന് നിങ്ങളോട് തന്നെ ആവർത്തിച്ച് അതിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളുടെ സബ് കോൺഷ്യസ് ബ്രെയിനിനെ ബോധിപ്പിക്കുക. എന്നിട്ട് ഓരോ അനുഗ്രഹവും നിങ്ങൾ കേൾക്ക് കഴിയുമ്പോൾ, എൻ്റെ ആരോഗ്യത്തിന് നന്ദി, എനിക്ക് ഇന്ന് ഇത്രയും നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയതിന്, ഞാൻ ഇന്നൊരു ജങ്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇന്ന് കഴിച്ചത്, അവയ്ക്ക് അതുണ്ടാക്കി തന്ന എൻ്റെ അമ്മയ്ക്ക് നന്ദി, എൻ്റെ പങ്കാളിക്ക് നന്ദി, അത് ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്ത കർഷകർക്ക് നന്ദി. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ തൊഴിലിന് നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് തന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് തന്നൊരു അവസരമുണ്ട്, അതിന് നിങ്ങൾക്ക് നന്ദി പറയാം. അങ്ങനെ നിങ്ങളുടെ ഒരു 10 കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയാം. 2, നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ഏതെങ്കിലും ഒരു ബില്ലെടുക്കുക. ആ ബില്ലെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? എന്നിട്ട് നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മാന്ത്രികത യൂസ് ചെയ്യണം. ഓരോ ബില്ലിൻ്റെ കുറുകെ നിങ്ങൾ എഴുതുക, പണത്തിന് നന്ദി, ഈ ബില്ലടയ്ക്കാനായിട്ട് എനിക്ക് തന്ന പണത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതുക. എഗെയിൻ നിങ്ങളെ സംബന്ധിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. നിങ്ങൾ പണ്ടടച്ച ഒരു 10 ബില്ലടക്കുക ഇന്ന്. ആ ബില്ലിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കിപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളിപ്പോൾ ഡിജിറ്റൽ മനുഷ്യരാണ് എങ്കിൽ നിങ്ങൾ അടച്ച ഓരോ ഗൂഗിൾ പേയ്മെൻറ്റുകൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അത് കണ്ടിട്ട് നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുക. എഴുതി കഴിഞ്ഞാൽ കുറേ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഓൾമോസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ബില്ലാവാം, എഗെയിൻ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലാവാം, എന്തിൻ്റെ ആവട്ടെ, ആ ബില്ലുകളൊക്കെ നിങ്ങൾ അടച്ച ഓരോന്നിനും നിങ്ങൾ ഇന്ന് നന്ദി എന്ന് പറഞ്ഞ് എഴുതുക. പിന്നെ ഉറങ്ങാൻ പോണതിന് മുമ്പ് എന്ത് ചെയ്യുക, നിങ്ങളുടെ മാജിക് സ്റ്റോൺ എടുക്കുക. ആ കല്ലെടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്, ഇന്നത്തെ ദിവസം രാത്രി ഇരിക്കുമ്പോൾ നമുക്കറിയാലോ, ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ നമ്മുടെ ജീവിതത്തിൽ കൂടി പോയ ഓരോ നല്ല മുഹൂർത്തങ്ങളെയും നമ്മളിങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് അവയ്ക്ക് ഓരോന്നും കാരണമാക്കിയ ഓരോ മനുഷ്യർക്കും നന്ദി പറയുക. ആ ഓരോ സാഹചര്യത്തെ ഓർത്ത് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങുക. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം പുതിയൊരു പരിശീലനവുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയൊക്കെ തരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.